നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോർപ്പറേഷനിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അപ്പോൾ ഇത് HDC ടെക്സ്റ്റിൻ്റെ ബേസിലും യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ACRC എന്നതിൻ്റെ ഷോർട്ട് ഫോം പറയാറുണ്ട്. അപ്പോൾ ACRC ഇത് പറഞ്ഞു വെച്ച് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാന്ന് ഓർത്തോണം. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് AM ഖുസ്രു. അപ്പോൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് ഖുസ്രു കമ്മിറ്റി എന്നും അറിയപ്പെടാറുണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് വേൾഡ് ബാങ്ക്. അപ്പോൾ അതൊന്ന് ഓർത്തോണം. അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. ആരുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയ ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ്റും വേൾഡ് ബാങ്കുമായിട്ട്. അപ്പോയിൻറ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 1986. അപ്പം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് ഖുസ്രു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ആരാ? RBI. കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് വേൾഡ് ബാങ്ക്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും വേൾഡ് ബാങ്കിനെയും കൺസൾട്ട് ചെയ്തിട്ടാണ് RBI അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോയിൻറ്റ് ചെയ്ത ദിവസം എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 1986. കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഓഗസ്റ്റ് 1989. അപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെന്ന ഓഗസ്റ്റ് 1989. ദ ഒബ്ജക്റ്റീവ്സ് ഫോർ അപ്പോയിൻറ്റിങ് ദിസ് കമ്മിറ്റി വെയർ. അപ്പം ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ടു റിവ്യൂ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻ ജനറൽ. അപ്പം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ ചെയ്യാനായിട്ട്. ടു റിവ്യൂ ദ റോൾ ഓഫ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോള് റിവ്യൂ ചെയ്യാൻ. ടു റിവ്യൂ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. അപ്പം അഗ്രികൾച്ചറൽ ക്രെഡിറ്റിൽ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോളും അവർ പങ്കുവയ്ക്കുന്ന റോളും ഫങ്ഷൻസും ഒക്കെ റിവ്യൂ ചെയ്യാനായിട്ട്. ടു റിവ്യൂ ദ ലെൻഡിങ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് മാർജിൻ. ഇപ്പം ലെൻഡിങ് കോസ്റ്റും അതിൻ്റെ മാർജിനും അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ റിവ്യൂ ചെയ്യാൻ. ടു റിവ്യൂ ദ ഫങ്ഷൻസ്, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് നബാർഡ്. അപ്പം നബാർഡിൻ്റെ ഫങ്ഷൻസ്, ഓർഗനൈസേഷന്, മാനേജ്മെൻറ്റ് ഒക്കെ റിവ്യൂ ചെയ്യാൻ. അപ്പം ഈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് നോക്കി വെക്കണം. ഇനി എങ്ങാനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇത് ഓർത്തിരിക്കണം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. ടു ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് PACS, DCB, RRB ആൻഡ് അതർ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ക്രെഡിറ്റ്. അപ്പം PACS, DCB, RRB പിന്നെ മറ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൂറൽ ക്രെഡിറ്റിലുള്ളവരുടെയൊക്കെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ടു സ്ട്രെങ്തൻ ദ ഫങ്ഷൻസ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ഫങ്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുക. ടു എസ്റ്റാബ്ലിഷ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോബി എന്നുള്ള ആ പേര് പറഞ്ഞാലും ഇവരുടെ റെക്കമെൻഡേഷൻ തന്നെയാണ്. അപ്പം NCBI എന്നോ COBI എന്നോ ഒക്കെ കണ്ടാലും ഇത് തന്നെയാണ്. ടു എസ്റ്റാബ്ലിഷ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ടു ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ BDP. അപ്പം ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാന് BDP ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ടു കോൺസെൻട്രേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രെഡിറ്റ് പ്ലാനിങ്, സ്റ്റാഫ് ട്രെയിനിങ്, മാൻ പവർ ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടറൈസേഷന്, അക്കൗണ്ടിങ്, റിക്കവറി, പെർഫോമൻസ് എക്സെട്ര. അപ്പം ക്രെഡിറ്റ് പ്ലാനിങ്, സ്റ്റാഫ് ട്രെയിനിങ്, മാൻ പവർ ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടറൈസേഷന്, അക്കൗണ്ടിങ്, റിക്കവറി, പെർഫോമൻസ് ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡെവലപ്പ് ഗുഡ് ക്യാപിറ്റൽ ബേസ്. അപ്പോൾ ഗുഡ് ക്യാപിറ്റൽ ബേസ് ഡെവലപ്പ് ചെയ്യുക. കമ്പ്യൂട്ടറൈസേഷൻ ഇൻ കോപ്പറേറ്റീവ്സ്. ഇപ്പം കോപ്പറേറ്റീവ്സിൽ എല്ലാ സൊസൈറ്റിയിലും എല്ലാം കമ്പ്യൂട്ടറൈസേഷൻ നിലവിൽ വരുത്തുക.
ക്യാഷ് ക്രെഡിറ്റ് സിസ്റ്റം. ഇപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ റെക്കമെൻഡ് ചെയ്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്തതാരാ? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. ഓഡിറ്റ് ഷുഡ് ബി ഡൺ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഓഡിറ്റ് നടത്തുന്നതിൽ ഫ്രീ ആയിട്ട് വേണം ഓഡിറ്റ് നടത്താൻ. കണ്ടക്ടിങ് പ്രോംപ്റ്റ് ആൻഡ് ടൈംലി എലക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കറക്റ്റ് സമയത്ത് എലക്ഷൻസും കാര്യങ്ങളുമൊക്കെ നടത്തണം. ലോൺ പോളിസി ടു ബി റിവൈസ്ഡ്. ലോൺ പോളിസി റിവൈസ് ചെയ്യണം. റെക്കമെൻഡഡ് ടു മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് ലോ അഗെയിൻസ്റ്റ് ലോങ്ങർ സൂപ്പർസെഷൻ. അപ്പം കോപ്പറേറ്റീവ് ലോയിൽ ലോങ്ങർ സൂപ്പർസെഷൻ്റെ ഒക്കെ കേസിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആരാ റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാലും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് സിസ്റ്റവും ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പിന്നെ എല്ലാം തന്നെ പഠിക്കണം. ഏതാ ചോദിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. BDP ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറഞ്ഞതാരാണ്? പിന്നെ ഫങ്ഷൻസ് ഓഫ് നബാർഡ് സ്ട്രെങ്തൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ റെക്കമെൻഡേഷൻസ് ഓരോ പോയിൻറ്റും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്.